വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് അനറ്റോമിക്സ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഫിസിക്സ് പഠിക്കാം അല്ലേ. അപ്പോൾ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് ഫോഴ്സിനെ പറ്റി അറിയണം, അതുപോലെ തന്നെ പ്രഷറിനെ പറ്റി അറിയണം. അപ്പോൾ നമുക്ക് വൺ ബൈ ആയിട്ട് ആദ്യം ഫോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാം. അതിനുശേഷം പ്രഷറിനെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ് ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്നത് എന്താണ്? പുഷ് ഓർ പുൾ അല്ലെ. ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിൽ കൊടുക്കുന്ന പുഷ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റ് കൊടുക്കുന്ന പുൾ, അതിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ചിത്രം കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇല്ലേ. ഇവിടെ രണ്ട് ചിത്രം കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിൽ രണ്ട് ഗേൾസ് തമ്മിൽ എന്ത് ചെയ്യുവാണ്? ജസ്റ്റ് അവര് പരസ്പരം തല്ലി തീർക്കുമല്ലോ, ഒന്ന് പുഷ് ചെയ്യുവാണ് അല്ലെ. ജസ്റ്റ് അവർ പുഷ് ചെയ്യുവാണ്. അതേസമയം രണ്ടാമത്തെ ചിത്രത്തിൽ ഇതേപോലെ രണ്ട് ഗേൾസ് തമ്മിൽ പുൾ ചെയ്യുവാണ്, വലിക്കുവാണ്. കൈ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അവരിങ്ങനെ കറങ്ങുവാണ്. അവർ മാക്സിമം രണ്ടുപേരും പരസ്പരം വലിക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ രണ്ട് സിറ്റുവേഷനിലും നമുക്ക് ഒന്നുകിൽ പുഷ് അല്ലെങ്കിൽ പുൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി മെയിനായിട്ട് ഈ ഒരു ഫോഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്റ്റ്. കേട്ടോ, രണ്ട് ഒബ്ജക്റ്റുകൾ, അറ്റ്ലീസ്റ്റ് ടു ഒബ്ജക്റ്റ്, രണ്ട് ഒബ്ജക്റ്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഇന്ററാക്ഷൻ വഴിയാണ് ഫോഴ്സ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്, നമ്മളൊരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്തു. ആ ഒബ്ജക്റ്റിൽ നമ്മൾ സെയിം ഡയറക്ഷനിൽ നിന്ന് ഫോഴ്സ് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിൽ രണ്ട് ഡിഫറെൻറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഫോഴ്സ് കൊടുത്തു. അങ്ങനെ രണ്ട് സിറ്റുവേഷനിലും എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ടന്റ് ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക? ഇവിടെ നിങ്ങൾ ഒന്നാമത്തെ ചിത്രം നോക്കിയാൽ അറിയാം. ഇവിടെ എ എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്. ആ ബോഡിയിൽ സെയിം ഡയറക്ഷനിൽ നിന്ന് ഇവിടെ രണ്ട് കുട്ടികൾ മാക്സിമം പുഷ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സം ഓഫ് ദീസ് ടു ഫോഴ്സസ് ആയിരിക്കും. ഈ രണ്ട് ഫോഴ്സിന്റെ സം ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. സെയിം സൈഡിൽ നിന്നാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് സം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അതേസമയം നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇതേപോലെ ഒരു ബോഡി ഉണ്ട്. പക്ഷെ ആ ബോഡിയിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. രണ്ടും എങ്ങനെയാണ്? രണ്ട് ഡയറക്ഷനിലാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നാണ് ആ ഒരു ബോഡിയിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ജസ്റ്റ് ഈ രണ്ട് ഫോഴ്സിൻ്റെയും ഡിഫറൻസ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ സെയിം സൈഡിൽ നിന്നാണെങ്കിൽ നമുക്കതിൻ്റെ സം എടുത്താൽ മതി, ഡിഫറൻറ്റ് സൈഡിൽ നിന്നാണെങ്കിൽ നമുക്കതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. ഇനി നിങ്ങൾ ഫോഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഫോഴ്സ് സ്കേലാർ ക്വാണ്ടിറ്റി ആണോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ എന്നാണ്. ഫോഴ്സ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതായത് അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ ഡയറക്ഷനും ഉണ്ട്. ആ ഒരു ഫോഴ്സിന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? മാഗ്നിറ്റ്യൂഡ് വഴിയാണ്. ഇനി നമ്മളൊരു ഒബ്ജക്റ്റിന് ഫോഴ്സ് കൊടുക്കുന്ന സമയം അവിടെ എന്തെല്ലാം ചേഞ്ച് വരും? ഇപ്പൊ റെസ്റ്റ് ഒരു ഒബ്ജക്റ്റിലാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ അത് മൂവ് ചെയ്യിക്കാനായിട്ട് തുടങ്ങും. ഇനി അതുപോലെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് ഫോഴ്സ് കൊടുത്ത് റെസ്റ്റിലാക്കാനുള്ള കഴിവുമുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു കഴിവും കൂടി കിട്ടും. അതാണ് ടു ചേഞ്ച് ദി ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ ഷേപ്പ് വേണമെങ്കിലും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ ഒരു ചിത്രം നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് റബ്ബർ ബാൻഡ് കാണാനായിട്ട് പറ്റുന്നുണ്ട്, സ്പോഞ്ച് ഉണ്ട്, അതുപോലെ സ്പ്രിംഗ് ഉണ്ട്. ഈ കൊടുത്തിരിക്കുന്ന മൂന്ന് സിറ്റുവേഷനിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ഷേപ്പിന് വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ റബ്ബർ ബാൻഡ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ നമുക്കത് വളരെ വലിക്കാനായിട്ട് സാധിക്കും. ഇനി അതിന് ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ അതെന്ത് ചെയ്യും? അത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് മാറും, അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പിലേക്ക് മാറും. ഇതേ കാര്യം നമുക്ക് സ്പോഞ്ചിലും കാണാൻ പറ്റും. സ്പോഞ്ച് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്താൽ അതിൻ്റെ ഷേപ്പ് മാറും. ഇനി അത് നമ്മൾ നോർമലി ഒരു സ്ഥലത്ത് വെക്കുവാണെങ്കിൽ അത് ആദ്യത്തെ അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് അത് കടക്കും. ഇനി അതുപോലെ തന്നെ സ്പ്രിങ്ങിന്റെ കേസിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഫോഴ്സ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിനെ മൂവ് ചെയ്യിപ്പിക്കാം, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് റെസ്റ്റിലേക്ക് കൊണ്ടുവരാം. അതേപോലെ തന്നെ അതിന്റെ ഷേപ്പിലും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് എത്ര തരത്തിലുള്ള ഫോഴ്സ് ഉണ്ട്. മെയിൻ ആയിട്ട് രണ്ട് തരത്തിലുള്ള ഫോഴ്സ് ആണ്. ഫസ്റ്റ് വൺ ആണ് കോണ്ടാക്ട് ഫോഴ്സ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഈ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു പേര് തന്നെ ആലോചിച്ചാൽ മതി. കോണ്ടാക്റ്റിൽ വരുന്നത് കൊണ്ട് അവർക്കിടയിൽ ഉണ്ടാവുന്ന ഫോഴ്സ്. ഇപ്പൊ സപ്പോസ് നമ്മളൊരു ടേബിൾ നല്ല രീതിയിൽ പുഷ് ചെയ്യുവാണ്. അങ്ങനെ ടേബിൾ പുഷ് ചെയ്യുമ്പോൾ നമ്മളും ടേബിളും തമ്മിൽ കോൺടാക്റ്റിൽ വന്നിട്ടുണ്ട് അല്ലെ, നമ്മളും ടേബിളും തമ്മിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. വെൻ ടു ഓർ മോർ ഒബ്ജക്റ്റ് ക്യാൻ ബി കോൺടാക്റ്റിൽ വന്നാൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് കോൺടാക്ട് ഫോഴ്സ്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മസ്കുലാർ ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും. ഇനി അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു മാഗ്നറ്റ്, രണ്ട് മാഗ്നറ്റ് പരസ്പരം ടച്ച് ചെയ്യാതെ രണ്ട് മൂലയിലേക്ക് വെച്ചു. പക്ഷെ അത് നമ്മൾ ടച്ച് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് നിന്നും അവർ രണ്ടും കൂടി അട്രാക്ട്
അട്രാക്ട് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ അവ രണ്ടും കൂടെ റിപ്പൽ ചെയ്യുന്നതായിട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ രണ്ട് ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ ഈ രണ്ട് വസ്തുക്കൾ തമ്മിൽ കോണ്ടാക്റ്റിന് വന്നില്ലെങ്കിൽ പോലും അവർക്കിടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സോ അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സോ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കോണ്ടാക്റ്റിൽ വരാതെ പോലും അവർക്കിടയിൽ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫോഴ്സിനെയാണ് നമ്മൾ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്? എക്സാമ്പിൾ ആണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അത് കൂടാതെ നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും കുറച്ച് എക്സാമ്പിൾസ് നോക്കണം. ആദ്യം തന്നെ നമുക്ക് കോണ്ടാക്ട് ഫോഴ്സ് നോക്കാം. കോണ്ടാക്ട് ഫോഴ്സിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മസ്കുലാർ ഫോഴ്സ് ആണ്. അതായത് ഫോഴ്സ് എക്സേർട്ടഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി ആക്ഷൻ ഓഫ് മസിൽസ്, അതാണ് മസ്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർഫസിലൂടെ അല്ലെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റിന്റെ മുകളിലൂടെ വേറൊരു ഒബ്ജക്റ്റ് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ രണ്ട് ഒബ്ജക്റ്റുകൾക്കിടയിൽ ഉണ്ടാവുന്ന സർഫസിന്റെ ആ ഒരു ഫോഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് പറ്റും, ഒരു ഒബ്ജക്റ്റിന് മുകളിലൂടെ നമ്മൾ മറ്റൊരു ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ മൂവ് ചെയ്യിപ്പിക്കുന്ന അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിന്റെ റിലേറ്റീവ് മോഷനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. പക്ഷെ ഇവിടെ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിന്റെ മുകളിലൂടെ നമ്മൾ മറ്റൊരു ഒബ്ജക്റ്റ് ഇങ്ങനെ തെന്നി നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഓപ്പോസ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ് ഓൾവേസ് ആക്ട് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. അപ്പൊ ഈ രണ്ട് എക്സാമ്പിൾ കോണ്ടാക്ട് ഫോഴ്സിന് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ഫോഴ്സ്. നമ്മളൊരു മാഗ്നറ്റ് എടുക്കുന്നു. ഈ മാഗ്നറ്റ് എന്ന് പറയുന്നത് അയൺ കൊണ്ടോ അല്ലെങ്കിൽ കൊബാൾട്ട് കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിന്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ അതെന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. പക്ഷെ അവർക്കിടയിൽ കോണ്ടാക്റ്റിനൊന്നും വന്നിട്ടില്ല, രണ്ട് സൈഡിലായിരിക്കുന്നത്, പക്ഷെ അവർക്കിടയിൽ ഒരു ഫോഴ്സ് ഉണ്ട്. അതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി, ഈ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ചാർജ് ആയിട്ടുള്ള വേറൊരു ബോഡീനെ അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള അൺചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിക്കിടയിൽ അവർക്കിടയിൽ ഒരു ഫോഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ചാർജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റില് ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന് കൊടുക്കാൻ പറ്റുന്ന ഫോഴ്സ്, അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഒബ്ജക്റ്റുകൾക്കിടയിലും അവർക്കിടയിൽ എന്തുണ്ടാവുന്നുണ്ട്? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് അറിയുന്ന കേസാണ്. ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത് മൂന്നും എന്താ ചെയ്യുന്നത്? ഈ രണ്ട് വസ്തുക്കൾ തമ്മിൽ, രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ ഇല്ലെങ്കിൽ പോലും അവർക്കിടയിലുള്ള ഫോഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഫോഴ്സിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് പ്രഷർ ആണ്. ഈ പ്രഷർ എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് F/A എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. അതായത് യൂണിറ്റ് ഫോഴ്സ് ആക്ട് ഓൺ എ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ യൂണിറ്റ് ഫോഴ്സ് ഓൺ എ യൂണിറ്റ് ഏരിയ, ആ ഒരു ഇക്വേഷൻ ഓർത്തു വെച്ചാൽ മതി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ വെച്ച് ഫാബ് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് വരയ്ക്കാം. യെസ്, ഈ ഒരു രീതി നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ 3 ഇക്വേഷൻ കിട്ടും. ആദ്യം നമുക്ക് എഫ് എന്ന് പറയുന്നത് എന്താണ്? A × P, അതായത് ഏരിയ ഇൻറ്റു പ്രഷർ എന്നൊരു ഇക്വേഷനിലേക്ക് കിട്ടും. ഇനി നമുക്ക് വേണമെങ്കിൽ എയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? എ എന്ന് പറയുന്നത് എന്താണ്? F/P, അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി നമുക്ക് പിയുടെ വാല്യൂ ഇവിടുന്ന് എങ്ങനെ കിട്ടും? P = F/A, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പൊ ഈ ഒരു കോഡ് നിങ്ങൾ നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഇക്വേഷൻസിനെ റീഅറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇക്വേഷൻ മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ F എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ആണ്. A എന്ന് പറയുന്നത് ഏരിയ ആണ്. അതുപോലെ P എന്ന് പറയുന്നത് പ്രഷർ ആണ്. അപ്പൊ പ്രഷർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ നമ്മുടെ പാഠഭാഗത്ത് തന്നിട്ടുണ്ട്. എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നെയിൽ എടുക്കുക, ഒരു ആണി എടുക്കാം. ഈ ആണിയുടെ ആ ഒരു പോയിന്റഡ് ആയിട്ടുള്ള ടിപ്പ് നമ്മുടെ ആ ഒരു സർഫസിൽ വെച്ചിട്ട് നമ്മൾ ആണി അടിക്കുമ്പോഴാണോ, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്പം പരന്ന ഭാഗം സർഫസിൽ വെച്ചിട്ട് ആണി അടിക്കുമ്പോഴാണോ എളുപ്പത്തിൽ ആ ഒരു നെയിൽ അകത്തോട്ട് കയറി പോകുന്നത്? പോയിന്റഡ് ടിപ്പാണ്. കാരണം എന്താണ്? ഈ പോയിന്റഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഏരിയ എന്തായിരിക്കും?
കുറവാണ്. പോയിന്റഡ് ടിപ്പ് എന്ന് പറയുന്നത്, ഏരിയ എന്ന് പറയുന്നത് സ്മോൾ ആണ്. നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യെസ്, പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ ഏരിയ ആണ്. അതായത് പ്രഷറും ഏരിയയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഏരിയ കൂടുന്ന സമയത്ത് പ്രഷർ എന്ന് പറയുന്നത് കുറയുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ പോയിന്റഡ് ടിപ്പ് എന്ന് പറയുന്നത് ഏരിയ ഇവിടെ കുറവാണ്, അല്ലെ, ഏരിയ സ്മോൾ ആണ്. അപ്പം സ്വാഭാവികമായും അവിടെ കൊടുക്കുന്ന ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഹൈ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു പോയിന്റ് ടിപ്പ് എന്ന് പറയുന്നത് ലാർജ് പ്രഷർ ആ ഒരു ഒബ്ജക്റ്റ് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഒബ്ജക്റ്റിലേക്ക് ആ ഒരു പോയിന്റ് ടിപ്പിന് മാക്സിമം കയറാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏരിയയും അതുപോലെ തന്നെ പ്രഷറും തമ്മിലുള്ള ഈ ഒരു റിലേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു പ്രഷറിന്റെ മെഷർമെന്റ് എങ്ങനെയാണ് എടുക്കുന്നത്. പ്രഷറിന്റെ മെഷർമെന്റ് എടുക്കുമ്പോൾ അതിന്റെ യൂണിറ്റ് നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പൊ ആ ഇക്വേഷൻ നമുക്കറിയാം, അതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. യൂണിറ്റ് എങ്ങനെയായിരുന്നു? ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഫോഴ്സ് പെർ ഏരിയ ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്, അല്ലെ. അതുപോലെ തന്നെ ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതിനെയാണ് നമ്മൾ 1 പാസ്കൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഈ സോളിഡ്സ് എങ്ങനെയാണ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്, ലിക്വിഡ്സ് എങ്ങനെയാണ്, ഗ്യാസസ് എങ്ങനെയാണ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതെന്നാണ്. ഇവിടുത്തെ കേസിൽ ലിക്വിഡ്സ് ആൻഡ് കേസിലാണെങ്കിലും ഗ്യാസസിന്റെ കേസിലാണെങ്കിലും അവ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു സറൗണ്ടിങ്സിലാണ്. നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് ഒരു ബോട്ടിൽ കാണുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സൈഡിലേക്ക് ആ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സൈഡിലേക്ക് എക്സേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടുത്തെ ബലൂൺ എന്ത് ചെയ്യുന്നത്? കുറച്ചും കൂടി വലുതാവുന്നത്. ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ അറിയാം, സെയിം ഡെപ്ത് ആണെങ്കിൽ ആ ഒരു സെയിം ഡെപ്തിലുള്ള എല്ലായിടത്തോട്ടും സെയിം പ്രഷറാണ് ആക്ട് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അതായത് സോളിഡ്സിനെ പോലെ തന്നെ ഫ്ലൂയിഡ്സ്, അതായത് നമ്മുടെ ലിക്വിഡും അതുപോലെ തന്നെ ഗ്യാസസും എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയാണ് സോളിഡ്സിൽ എക്സേർട്ട് ചെയ്യുന്നത്? സോളിഡ്സിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ ഡൗൺവേർഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതാണ് നമ്മുടെ വെയിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോളിഡ് ജനറലി എക്സേർട്ട് പ്രഷർ ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ ഓൺലി ആൻഡ് വിച്ച് ഈസ് മോസ്റ്റ്ലി ഡ്യൂ ടു ഇറ്റ്സ് വെയിറ്റ് ആയിട്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്കറിയേണ്ടത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്മോസ്ഫിയർ എന്താണെന്ന് നമുക്കറിയാലോ, നമ്മുടെ എർത്തിന് ചുറ്റും ഉണ്ടാകുന്ന ആ ഒരു എൻവലപ്പ്. അപ്പോൾ ആ ഒരു എൻവലപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ അറ്റ്മോസ്ഫിയറിക് എയർ അറൗണ്ട് us ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എന്താണെന്ന് ഒരു ഐഡിയ വേണം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സിനെ പറ്റിയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. പിന്നെ നമുക്ക് അറിയേണ്ടത് പ്രഷറിൻ്റെ കേസിൽ തന്നെ നമ്മൾ സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അറിയേണ്ടത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിത്ത് അതിൻ്റെ ആ ഒരു ഇക്വേഷനും അറിഞ്ഞിരിക്കണം. ഓക്കെ, ന്യൂമറിക്കൽസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കത് ഉപകാരപ്രദമാവും. ഓക്കെ അല്ലേടാ? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് റീകോൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല മാർക്ക് നേടുക. ബൈ.